നമ്മൾ ചെയ്യേണ്ട കടമകൾ ചെയ്യുന്നില്ല എന്ന് നാളെ നമുക്ക് തോന്നാൻ പാടില്ല സ്വാമി. ക്ലിനിക്കിൻ്റെ സ്ഥലം കാണാൻ പോകുന്ന കാര്യം കൂടി അവരോട് പറഞ്ഞേക്ക്. അക്ഷരയോടും നിരഞ്ജനോടും വരാൻ പറയും. ഓ, പറയാം. ഇല്ല സർ, എന്നെ വിളിച്ചിട്ടില്ല. വിളിച്ചാൽ ഞാൻ അപ്പം തന്നെ സാറിനെ വിളിക്കുമല്ലോ. അതിനെന്താ, കാണാം സർ. ആ, എവിടെ വരണമെന്ന് സാറ് പറഞ്ഞാൽ മതി. ശരി. സിദ്ധുവിന്റെ അച്ഛനാ. പാവം. എന്താ പറഞ്ഞത്? എന്നെ ഒന്ന് കാണണമെന്ന്. നമ്മുടെ ഊഹം തെറ്റിയില്ല. സിദ്ധു മരുന്നൊന്നും എടുക്കാതെയാ പോയിരിക്കുന്നത്. ഈ സിദ്ധാർത്ഥന്റെ ഒരു കാര്യം ഒരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ. ആ, നമ്മളെ ആരെയും വിളിച്ചില്ലെങ്കിലും സിദ്ധു ദേവികയെ വിളിക്കും, അത് ഉറപ്പാ. സത്യം പറഞ്ഞാ ദേവികയെ പറ്റി ഓർക്കുമ്പോ പാവം തോന്നാ. ഇതിനിടയിലെല്ലാം കിടന്ന് നീറുന്ന ദേവിക്ക് വല്ലാത്തൊരു ജാതകം തന്നെ. ചിലരുടെ തലയിൽ എഴുതുമ്പോ ദൈവത്തിന്റെ നാരായത്തിന് മൂർച്ച കൂടും അക്ഷര. അതങ്ങനെയാ. എന്താ സ്വാമി? എന്താ സ്വാമി, എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട ചോറിനോടും നന്ദിയുള്ളതുകൊണ്ടും സ്നേഹമുള്ളതുകൊണ്ടും പറയ. സ്വാമി ധൈര്യമായിട്ട് പറയേ. ഈ സിദ്ധാർത്ഥം വക്കീലിന്റെ തിരോധാനം സാറിനും മേഡത്തിനും വലിയ പ്രശ്നമായി വന്നേക്കാം. എന്ത് പ്രശ്നം? സിദ്ധാർത്ഥൻ സ്വയം എവിടേക്കോ മാറി നിൽക്കല്ലേ, അല്ലാതെ ഞങ്ങൾ തട്ടിക്കൊണ്ടു പോയതൊന്നും അല്ലല്ലോ. ഒക്കെ ശരി തന്നെ. പക്ഷെ ഇപ്പൊ സിദ്ധാർത്ഥം വക്കീലിന് എന്ത് സംഭവിച്ചാലും അപകടമോ മരണോ അങ്ങനെ എന്തും സംഭവിക്കാലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ അതിന്റെ പഴി നിരഞ്ജൻ സാറിന്റെ തലയില് വരൂ. അതെങ്ങനെ? സിദ്ധാർത്ഥം വക്കീലെ സാറിന് കൊടുത്ത ബ്ലാങ്ക് ചെക്ക് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചെടുത്ത 50 ലക്ഷം രൂപ. ആ പ്രശ്നം അങ്ങനെ തന്നെ നിൽക്കല്ലേ. അപ്പൊ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ഞാൻ സിദ്ധാർത്ഥിനെ എവിടെയെങ്കിലും കൊന്നു കുഴിച്ചു മൂടിയെന്ന് കഥ വരുമെന്ന് അർത്ഥം അല്ലേ സ്വാമി? അതെ, സംശയം എന്താ? ആരുടെയാ സ്വാമി സ്ക്രിപ്റ്റ്? ഡാഡിയുടെ ആണോ? അല്ലാതെ പിന്നെ. എന്റെ പൊന്നു മേഡം, എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഓ, നമ്മളറിയാതെ ഏതൊക്കെയോ ശത്രുക്കൾ നമുക്കുണ്ട്. ഏതോ ഒരു സ്ത്രീ സാന്താക്ലോസിന്റെ മുഖംമൂടി വെച്ച് നടക്കുന്ന ഏതോ ഒരു അജ്ഞാതൻ. അവരിൽ ആരെങ്കിലും സിദ്ധാർത്ഥ സാറിനെ ആക്രമിച്ചാല് അതിപ്പോ ക്രിസ്മസ് അപ്പൂപ്പന്റെ മുഖം മൂടി വെച്ച് സ്വാമിക്ക് എന്ത് ചെയ്യാലോ? മാഡത്തിന്റെ മോനും ചെയ്യാം. ദേ സ്വാമി, ആവശ്യമില്ലാതെ എന്റെ കുഞ്ഞിന്റെ പേര് വലിച്ചിട്ടല്ലോ. അല്ലെങ്കിൽ തന്നെ അവൻ സ്വാമിയെ നോട്ട് വിട്ട് വെച്ചേക്കോ. സിദ്ധുവിന് ഒന്നും സംഭവിക്കില്ല സ്വാമി. നമ്മളെപ്പോഴും നല്ലത് മാത്രം ചിന്തിച്ചാൽ മതി. നല്ലത് മാത്രം സംഭവിക്കട്ടെ. പിന്നെ സാറേ, അടുത്ത ദിവസം ക്ലിനിക്കിന്റെ കെട്ടിടം കാണാൻ പോകുന്നുണ്ട്. നിങ്ങളും വരണമെന്ന് സാറ് പറഞ്ഞു. സ്വാമി അല്ലല്ലോ ഞങ്ങളെ ക്ഷണിക്കേണ്ടത്. എന്നോട് പറഞ്ഞത് ഞാൻ അറിയിച്ചു, അത്രേ ഉള്ളൂ. എന്നാ മറുപടി കൂടി സ്വാമി അങ്ങ് പറഞ്ഞേക്ക്. ഞങ്ങൾക്ക് വരാൻ സൗകര്യമില്ലെന്ന്. നിങ്ങൾ രണ്ടും പുറത്തും സ്വാമി അകത്തും. അടിബലെ കുടിക്കഞ്ഞി. ഞാൻ പറഞ്ഞത് വല്ല അച്ഛൻ കേട്ടോ? അച്ഛപ്പനെ കേൾക്കത്തില്ല. കറാച്ചിയിൽ വെടിപൊട്ടിയാൽ ഇങ്ങ് കാലിക്കട്ടിൽ കേൾക്കുന്ന ആളാ അച്ഛൻ. നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ?
സിദ്ധുവിന്റെ കാര്യത്തിൽ ഇത്തരം ഊഹങ്ങളൊക്കെ നിന്നോട് ആരാ പ്രേമേ പറഞ്ഞത്? ആ ശരത്തല്ലേ? ആ അതെ അച്ഛാ. അവൻ ഒരു ഗജ ഫ്രോഡാച്ച. കലക്ക വെള്ളത്തിലെ നല്ല ഒന്നാം തരം മീൻപിടുത്തക്കാരൻ. അവൻ പറഞ്ഞത് ഇവളല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കും? അങ്ങനെയല്ല ചേട്ടച്ച. അയാള് ചില സാധ്യതകളാ ചേച്ചിയമ്മയോട് പറഞ്ഞത്. കേട്ടപ്പോ എനിക്കും അതിൽ കഴമ്പുള്ളതായിട്ട് തോന്നി. രംഗ, ഒരു സാധ്യതയും തള്ളിക്കളയണ്ട. ആര് പറഞ്ഞ വഴിയാണെങ്കിലും ആരുടെ ഊഹമാണെങ്കിലും ആ വഴിക്ക് കൂടെ ഒന്ന് അന്വേഷിക്കണം. ശരി അച്ഛൻ. പുറത്താരോടെങ്കിലും പറയാൻ പറ്റുമോ? അച്ഛൻ പട്ടാളക്കാരൻ, മകൻ വക്കീല്. കേൾക്കുന്നവർക്കൊരു കുടുംബവഴക്കും കുട്ടിത്തരവും കുസൃതിയുമൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്കങ്ങനെയല്ലല്ലോ. സിദ്ധുവേട്ടന്റെ കുറുമ്പ് ചിലപ്പോ കേസ് സ്റ്റഡി കഴിഞ്ഞ് ഇങ്ങ് വരുവച്ച. പ്രേമേ, നീ അവന്റെ മരുന്നുകളൊക്കെ അവൻ എടുത്തിട്ടുണ്ടോ എന്നൊന്ന് നോക്ക്. അതുമാത്രമേ ഉള്ളൂ എനിക്കൊരു ഭയം. ആ ഡാ മാത്യു, അളിയ ഞാനിവിടെ എത്തി. താക്കോല് ഞാൻ പറഞ്ഞെടുത്തന്നെ വെച്ചിട്ടുണ്ട്. ആ ശരി. എടാ, ഞാൻ ഒരാഴ്ച ഇവിടെ തന്നെ ഉണ്ടാവേ. നിനക്ക് ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ? അതെന്നാ വർത്താനാടോവേ, എനിക്ക് എന്നാ ബുദ്ധിമുട്ടാ. അളിയ, നീ നിന്റെ ദേവികം കിട്ടി അവിടെ അങ്ങ് സ്ഥിരതാമസാക്കിക്കോ. വീട് എന്റെ വക വിവാഹ സമ്മാനായിട്ട് എടുത്തോ. ഒന്ന് പോടാ അവിടുന്ന്. എടാ, നീ ഇന്നലെ രാത്രി അവിടെ തങ്ങി വല്ല ഹോട്ടലിലെ മുറി എടുത്തോ? ഏയ് ഇല്ലടാ,